നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വുഹാൻ വൈറോളജി ലാബ്. കൊറോണ വൈറസ് ലോകമെങ്ങും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ശമനവും ഉണ്ടായിട്ടില്ല. വാക്സിൻ കണ്ടുപിടിക്കാതെ ഈ ഒരു രോഗത്തെ ഒരിക്കലും നമുക്ക് പിടിച്ചുകെട്ടാനാകില്ല എന്ന് ഗവേഷകർ തറപ്പിച്ച് പറയുന്നു. വാക്സിൻ പരീക്ഷണങ്ങൾ വലിയ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വൈറസ് ലോകം മുഴുവനും ബാധിച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാം കേട്ട പേരാണ് വുഹാൻ വൈറോളജി ലാബ് എന്നുള്ളത്. അമേരിക്കയാണ് ഈ ഒരു പേര് ഏറെ ദുരൂഹതയോടുകൂടി ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ വൈറസ് ലാബിൽ നിന്ന് ചാടിപ്പോയതാണ് അല്ലെങ്കിൽ ലാബിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളെല്ലാം സംശയ രൂപേണ ചോദിക്കുകയുണ്ട്. പക്ഷേ ആ ഒരു കാര്യത്തിൽ നിന്ന് ചൈന പിന്മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. വുഹാൻ മാർക്കറ്റിൽ നിന്നാണ് വൈറസ് ഉണ്ടായത് എന്നുള്ള ഒരു ആരോപണമാണ് അവർ ഉന്നയിച്ചത്. പക്ഷേ ഇത് ജൈവ യുദ്ധത്തിന് വേണ്ടി ചൈന തയ്യാറാക്കി വച്ചിരുന്ന ഒരു വൈറസുകളിൽ ഒന്നാണ് എന്ന് തെളിയിക്കാനായി അമേരിക്ക രംഗത്തിറങ്ങിയുണ്ടായി. പലതരത്തിലുള്ള ആരോപണങ്ങളും അമേരിക്ക മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനെയെല്ലാം തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഏറ്റവും ഒടുവിൽ ചൈന വൈറസ് എങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തിൽ ഉത്ഭവിച്ചത് എന്ന് പഠിക്കാനായി വിദേശ രാജ്യങ്ങൾക്ക് അനുമതി നൽകുകയായിരുന്നു. ഈ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ചൈന അത്തരത്തിൽ ഒരു നിലപാടെടുത്തത്. പക്ഷേ ആ പഠനങ്ങൾ അസ്ഥാനത്താകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ചൈനയുടെ ഭാഗത്തുണ്ടായി. ചൈനയിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ എല്ലാ ഡാമുകളും തുറന്നു വിട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള തെളിവുകളും നശിപ്പിക്കുന്ന രീതിയിൽ വുഹാൻ പ്രദേശത്ത് ചൈനയിൽ പ്രളയം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടത്. അമേരിക്കയാണ് ഈ ഒരു ആരോപണം ആദ്യമേ തന്നെ ഉന്നയിച്ചത്. കാരണം ഡാമുകൾ തുറന്നുവിട്ടതിലെ ദുരൂഹത തന്നെയാണ് അക്കാര്യം ഉയർത്തിക്കാട്ടാൻ അമേരിക്കയെ പ്രേരിപ്പിച്ചതും. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ മറ്റൊരു വമ്പൻ വെളിപ്പെടുത്തലാണ് വരുന്നത്. വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം ലഭിച്ച സാങ്കേതിക വിദഗ്ധർ വളരെ കുറവായിരുന്നുവെന്നും അതൊരു ഗുരുതരമായ പിഴവാണ് എന്നുമാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ലബോറട്ടറിയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു ഇത് എന്നും 2018 ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് യുഎസിന് ലഭിച്ചതിൻ്റെ തെളിവുകളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 വർഷം പഴക്കമുള്ള നയതന്ത്ര വിവരം ഈ വർഷം ആദ്യമായാണ് പുറത്തു വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൊറോണ വൈറസ് പുറത്തു വന്നതിന് പിന്നാലെ വുഹാൻ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഈ ഒരു വൈറസ് പുറത്തു വന്നത് എന്ന് ട്രംപ് ഭരണകൂടം നിരന്തരം ആവർത്തിച്ചു ആരോപിച്ചുകൊണ്ടിരുന്നതും ശരിയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പരിശീലനം ലഭിച്ച വിദഗ്ധരുടെ അഭാവം അവിടെയുണ്ട്. അവിടെ ജോലി ചെയ്തിരുന്നവർ എല്ലാം ഉഡായിപ്പാണോ എന്ന് പോലും സംശയം തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും നിഗൂഢതകളുടെ ഒരു കലവറ തന്നെയാണ് വുഹാൻ വൈറോളജി ലാബ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് നിയമപോരാട്ടത്തിന്റെ ഭാഗമായി വാഷിംഗ്ടൺ പോസ്റ്റാണ് 2018 ജനുവരിയിലെ ഈ നയതന്ത്ര വിവരം പുറത്തുവിട്ടത്. പരിശീലനം സിദ്ധിച്ച സാങ്കേതിക വിദഗ്ധർ, ഗവേഷകർ എന്നിവരുടെ കുറവ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിക്കുന്ന ഗാൽവെസ്റ്റണിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ് മെഡിക്കൽ ബ്രാഞ്ച് തീർത്തു കൊടുക്കും എന്നുള്ള വിവരവും ഈ കേബിളിൽ അവകാശപ്പെടുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർക്കുള്ള പരിശീലനം യൂണിവേഴ്സിറ്റി നൽകാറുണ്ട് എന്നും രേഖയിൽ പറയുന്നുണ്ട്. 2018 ഏപ്രിൽ 2ാം രേഖയിലെ ഫ്രഞ്ച് ഉദ്യോഗസ്ഥർ ലാബിന് ആവശ്യമായ നിർദ്ദേശങ്ങളും ബയോസേഫ്റ്റി പരിശീലനവും നൽകിയതായും സൂചനയുണ്ട്. മൈക്ക് പോംപിയോയും അടുത്തിടെ ഈ ഒരു കാര്യം പരാമർശിക്കുകയുണ്ടായി. വുഹാനിൽ നിന്നാണ് വൈറസ് വ്യാപിച്ചത് എന്നറിയാം, എന്നാൽ എവിടെ നിന്നാണ് വൈറസ്, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെടേണ്ടതാണ് എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മെയ് മധ്യത്തോടെ നൽകിയ ആ അഭിമുഖത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആരോപണം മൈക്ക് പോംപിയോയും ഉന്നയിച്ചിരുന്നത്. എന്തായാലും വളരെ ഗുരുതരമായി കാണേണ്ട ഒരു പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. വുഹാൻ ലാബിന് നേരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ അതിനകത്ത് തന്നെ ഇത്രമാത്രം കൃത്യവിലോപനം നടക്കുന്നതും അതുപോലെ തന്നെ അനധികൃത വൈറസുകളുടെ ഉത്പാദനവുമൊക്കെ ദുരൂഹമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ടും ഈ വൈറസിന് കാരണക്കാർ വുഹാൻ ലാബാണ് എന്ന് വിധി എഴുതേണ്ടി വരും. അത്തരത്തിലാണ് തെളിവുകൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഈ ലോകത്തെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് ചൈനയ്ക്ക് തന്നെയാണ്, ചൈനയിലെ വുഹാൻ ലാബിന് തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത്രയും കോടി ജനങ്ങളുടെ മരണം ചൈനയുടെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു എന്ന് പോലും സംശയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. കാര്യങ്ങൾ തണുത്തു വരുമ്പോൾ വീണ്ടും ചൈനയ്ക്ക് മേൽ സംശയമുനകൾ ഉയരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഓരോ തെളിവുകൾ പുറത്തു വരുമ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്. സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക.